നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ജൂലൈ ഓഗസ്റ്റ് കാലയളവിലെ അശ്വതി നക്ഷത്രക്കാരുടെ സാമ്പത്തിക ഫലം. മേടക്കൂറിൽ ഉൾപ്പെടുന്ന അശ്വതി നക്ഷത്ര ജാതകരുടെ 2026 ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സാമ്പത്തിക അവസ്ഥ സമഗ്രവും ശാസ്ത്രീയവുമായ വിലയിരുത്തലിൻ്റെതാണ്. ഈ കാലയളവിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ, വിശേഷാൽ യോഗങ്ങൾ, അവ അശ്വതി നക്ഷത്രക്കാരുടെ സാമ്പത്തിക ഭദ്രതയിൽ വരുത്തുന്ന ആഘോഷങ്ങൾ ഒരു ജ്യോതിഷൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. അശ്വതി നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് 2026 വർഷം അതീവ പ്രാധാന്യമുള്ള വലിയ മാറ്റങ്ങളുടെ സമയമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. ഈ 2 മാസങ്ങളിലെ സാമ്പത്തിക അവസ്ഥ നിർണ്ണയിക്കുന്നതിൽ നിരവധി പ്രധാന ഗ്രഹങ്ങൾ പങ്കുവഹിക്കുന്നുമുണ്ട്. അതിൽ ഏറ്റവും നിർണായകം ദേവഗുരുവായ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിലുള്ള സഞ്ചാരമാണ്. 2026 ജൂൺ 2 മിഥുനം രാശിയിൽ നിന്നും വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇത് അശ്വതി നക്ഷത്രക്കാർക്ക് വലിയൊരു പരീക്ഷയും കുടുംബപരമായ സുരക്ഷിതത്വവും നൽകുന്ന ഘടകമാണ്. അതോടൊപ്പം ഈ കാലയളവിൽ ശനി ഭഗവാൻ 12ാം ഭാവമായ മീനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഇത് മേടക്കൂറുകാർക്ക് 7.5 ശനിയുടെ 1ാം ഘട്ടമായ വ്യയശനിയുടെ കാലമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. വരുമാനത്തിനൊപ്പം തന്നെ വലിയ ചെലവുകൾ അലച്ചിലുകൾക്കും ഈ ശനിസ്ഥിതി കാരണമാകുന്നുമുണ്ട്. അതിവേഗം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ 2 മാസങ്ങളിൽ വലിയ സാമ്പത്തിക ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ധനത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഭാവമായ 2ാം ഭാവത്തിൽ ജൂലൈ മാസം മുഴുവൻ അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപനായ ചൊവ്വ നിലകൊള്ളുന്നു. ഇത് പെട്ടെന്നുള്ള ധനലാഭത്തിന് വഴി തുറക്കുമെങ്കിലും കുടുംബാംഗങ്ങളുമായി ധനപരമായ കാര്യങ്ങളിൽ തർക്കങ്ങൾക്കും കടുത്ത വാക്കുകൾക്കും കാരണമാകാനും ഇടവരാം. ധനത്തിൻ്റെയും കളത്രത്തിൻ്റെയും അധിപനായ ശുക്രൻ ജൂലൈ 4 5ാം ഭാവത്തിലേക്ക് മാറുന്നത് കലാ സൃഷ്ടിപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച സാമ്പത്തിക നേട്ടവും പ്രശംസയും നൽകും. ബുധൻ ജൂലൈ 7 മുതൽ 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ ബിസിനസ് യാത്രകളിലൂടെയും വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു മാറ്റം ജൂലൈ 16 ശേഷം സംഭവിക്കുന്ന സൂര്യൻ്റെ രാശിമാറ്റമാണ്. സൂര്യൻ 4ാം ഭാവത്തിലേക്ക് പ്രവേശിച്ച് ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴത്തോടൊപ്പം ചേരുന്നതിനാൽ സർക്കാർ ജീവനക്കാർക്കും സർക്കാർ കോൺട്രാക്ട് ജോലികൾ ചെയ്യുന്നവർക്കും സമാനതകളില്ലാത്ത മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ ഈ കാലയളവിൽ പ്രതീക്ഷിക്കേണ്ടതാണ്. ജൂലൈ മാസത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ചില പ്രത്യേക ഗ്രഹദോഷങ്ങളെക്കുറിച്ച് കേട്ടിരുന്നു. അതായത് അഗ്നിമാരുത യോഗവും സാമ്പത്തിക വെല്ലുവിളികളും. 2026 ജൂൺ 28 മുതൽ ജൂലൈ 26 വരെയുള്ള കാലയളവിൽ പ്രപഞ്ചത്തിൽ അഗ്നിമാരുത യോഗം എന്ന സവിശേഷമായ പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട്. വായുതത്വഗ്രഹമായ ശനി 12ാം ഭാവത്തിൽ നിന്നും അഗ്നിതത്വഗ്രഹമായ ചൊവ്വയെ വീക്ഷിക്കുന്നതാണ് ഈ യോഗത്തിന് കാരണം. ഈ ഒത്തുചേരൽ അശ്വതി നക്ഷത്രക്കാരുടെ വികാരങ്ങളെയും സാമ്പത്തിക തീരുമാനങ്ങളെയും കഠിനമായി സ്വാധീനിക്കും. ഈ കാലയളവിൽ അപ്രതീക്ഷിത കോപവും എടുത്തുചാട്ടവും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നു. പണം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ മുന്നിൽ തെളിയുമെങ്കിലും അനാവശ്യമായ ധനനഷ്ടങ്ങളും അതോടൊപ്പം ഉയർന്നു വരാനും ഇടവരുന്ന സമയമാണ്. അഗ്നിമാരുത യോഗ കാലത്തിന് വ്യാപാരമായ മേഖലകളിലുള്ളവർക്ക് എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. വ്യാപാര വ്യവസായ രംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അശ്വതി നക്ഷത്രക്കാർ ഈ സമയത്ത് അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുമ്പോഴും പങ്കാളിത്ത ബിസിനസ്സുകളിൽ പണം നിക്ഷേപിക്കുമ്പോഴും എല്ലാ നിയമപരമായ രേഖകളും കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രങ്ങൾ തീരുമാനമെടുക്കുക. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി യാതൊരുവിധ തർക്കങ്ങളിലും ഏർപ്പെടരുത്. പഴയ കടബാധ്യതകൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാൻ സാധിക്കുമെങ്കിലും പുതിയ കടങ്ങൾ വാങ്ങരുത്. ഈ സമയത്ത് അത് ഒഴിവാക്കുക. ഇൻഷുറൻസുകൾ, ചിട്ടികൾ, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ മേഖലകളിൽ നിന്നും അപ്രതീക്ഷിതമായി ധനം കയ്യിലെത്താൻ സാധ്യതയുണ്ടെങ്കിലും ഭൂമി ഇടപാടുകളിൽ വലിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരാം. അശ്വതി നക്ഷത്രക്കാർക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന അനുകൂല ധനസ്രോതസ്സുകളും പ്രതികൂല നഷ്ടസാധ്യതകളും ഉണ്ട്. ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ, ചിട്ടിപ്പണം എന്നിവയിലൂടെ വരുമാനം അത് ധനലബ്ധി ഉണ്ടാക്കുന്നതാണ്. നിയന്ത്രിക്കേണ്ടത് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും നവീകരണങ്ങളുമായുള്ള ചെലവാണ്. ഊഹക്കച്ചവടം, ഓഹരി വിപണിയിൽ നിന്നുള്ള പെട്ടെന്നുള്ള ലാഭങ്ങൾ ഇവ പ്രതീക്ഷിക്കാം. അനാവശ്യ യാത്ര, തർക്കങ്ങൾ കാരണമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ ഇവ വരാതെ ശ്രദ്ധിക്കുക. സർക്കാർ തലത്തിൽ നിന്നും കരാറുകളിൽ നിന്നും ലഭിക്കുന്ന ധനസഹായങ്ങൾ പ്രതീക്ഷിക്കുക. ഭൂമി ഇടപാടുകളിലെ തടസ്സങ്ങൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യവും ഉണ്ടാകാം. വിദേശ ജോലികളിൽ നിന്നും വിദേശ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന വരുമാന വർധനവ് പ്രതീക്ഷിക്കേണ്ടതാണ്. ഓഗസ്റ്റ് മാസം അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഇതിന് പ്രധാനമായും 2 ജ്യോതിഷ കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമതായി, ഓഗസ്റ്റ് 2 ചൊവ്വ ധനഭാവമായ 2ാം ഭാവത്തിൽ നിന്നും മാറി 3ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതോടെ വാക്കുകളുടെ കാഠിന്യം കുറയുകയും സാമ്പത്തിക ഇടപാടിൽ കൂടുതൽ ക്ഷമയും വിവേകവും കാണിക്കാൻ അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുകയും ചെയ്യും.
രണ്ടാമതായി ജൂലൈ 27 മുതൽ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി വക്രഗതിയിലേക്ക് മാറുന്ന 7.5 ശനിയുടെ പ്രതികൂലമായ സ്വാധീനം കുറയുന്നതിനും സാമ്പത്തിക നഷ്ടങ്ങൾ ഒരു വലിയ പരിധിവരെ തടയുന്നതിനും ഈ ശനിയുടെ വക്രഗതി അശ്വതി നക്ഷത്രക്കാരെ സഹായിക്കും. ജൂലൈ 14 മുതൽ ഓഗസ്റ്റ് 12 വരെ വ്യാഴം മൗഢ്യത്തിലാണ്. ദേവഗുരു മൗഢ്യത്തിലായിരിക്കുന്ന കാലയളവിൽ ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന വിശ്വാസമുള്ളതിനാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾ ഓഗസ്റ്റ് 12 വരെ ഒഴിവാക്കുക. വ്യാഴം മൗഢ്യത്തിൽ നിന്നും മുക്തനാകുന്നതോടെ സാമ്പത്തിക മേഖലകൾ കൂടുതൽ ഉറവോടെ പ്രവർത്തിക്കാൻ തുടങ്ങും. തടസ്സപ്പെട്ട് കിടന്ന പല സാമ്പത്തിക ആനുകൂല്യങ്ങളും ഈ സമയത്ത് നിങ്ങളെ തേടിയെത്തും. അശ്വതി നക്ഷത്രക്കാർ ഈ 2 മാസങ്ങളിൽ പ്രധാനമായും തങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം കർശനമായി പാലിക്കുക. വരുമാനത്തേക്കാൾ ചെലവുകൾ അധികരിക്കാൻ സാധ്യതയുള്ളതിനാൽ ബജറ്റ് പ്ലാനിംഗ് അത്യാവശ്യമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണെങ്കിലും അതിനായി ചെലവഴിക്കുന്ന പണം കൃത്യമായ ഏജൻസികൾ വഴിയാണെന്ന് ഉറപ്പുവരുത്തുക. അനാവശ്യ കൂട്ടുകെട്ടുകൾ വഴിയോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് വഴിയോ ധനനഷ്ടം വരാനുള്ള സാധ്യതയുള്ളതിനാൽ സ്വയം നിയന്ത്രണം പാലിക്കുക. ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും ഈശ്വരാരാധന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അശ്വതി നക്ഷത്രക്കാർ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ചുവന്ന പുഷ്പാർച്ചനയോ പാലഭിഷേകമോ നടത്തുന്നത് ചൊവ്വയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. 7.5 ശനിയുടെ കാഠിന്യം കുറയ്ക്കുന്നതിനായി ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നതും കറുത്ത എള്ള് ദാനം ചെയ്യുന്നതും ഉത്തമമാണ്. ദിവസേന ഹനുമാൻ ചാലീസ ഭക്തിപൂർവ്വം ചൊല്ലുന്നത് മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാനും സാമ്പത്തിക തീരുമാനങ്ങളിൽ നിന്ന് വ്യക്തത നൽകാനും സഹായിക്കും. വിഘ്നങ്ങൾ ഒഴിവാക്കി സാമ്പത്തിക മുന്നേറ്റം നടത്തുന്നതിന് ദിവസേന ഭവനങ്ങളിൽ നെയ്വിളക്ക് തെളിയിച്ച് ഗണപതി ഭജനം നടത്തുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് അത്യന്തം ഗുണകരമാണ്.